ഹായ്, വെൽക്കം ടു അവർ ചാനൽ ബൈ ബിഗ് പീലീസ്. ഞങ്ങൾ ഇന്ന് സൺഡേ ഈവനിങ് കേരള ബറോഡ നായർ വെൽഫെയർ അസോസിയേഷൻ ഒരുക്കുന്ന കേരള ഫെസ്റ്റിവലിന് പോയിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഗംഗാ ശശിധരൻ്റെ വയലിൻ ഫ്യൂഷനും അവിടെ ലൈവായി നടക്കുന്നുണ്ടായിരുന്നു. മാർച്ച് 22-23 ആയിരുന്നു ഈ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കഥകളി, കളരിപ്പയറ്റ്, തെയ്യം, റിച്ച് കൾച്ചറൽ കേരള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. കുറേ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടായിരുന്നു. ഞങ്ങൾ 23rd ആയിരുന്നു പോരുന്നത്, സൺഡേ ഈവനിങ്. ഇതിൽ അടിപൊളിയായി പറയേണ്ടത് നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലായിരുന്നു കേട്ടോ. ഗംഭീരമായിരുന്നു. നമ്മൾ പുറത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ നിന്നുള്ള ഒരു ഫീല് കിട്ടുന്ന മാതിരിയായിരുന്നു ആ ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നത്. ഒരു മിസ്സിങ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിലെ ഒരു ഓർമ്മ പോലെയൊക്കെ ആയിരുന്നു ഇതൊക്കെ. ചായ ഉണ്ടായിരുന്നു, പരിപ്പ് വട ഉണ്ടായിരുന്നു, സുഗിയൻ, ഉള്ളിവട, പരിപ്പ് വട, അങ്ങനെയെല്ലാം. പിന്നെ ഇതിൽ നമ്മളെ ഇതിൻ്റെ ഓട്ടിൻ്റെ വിളക്കുകളും പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു നാഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു 650 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ അതിന്. പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇതെന്തോ എന്തുവാന്നറിയില്ല. ഇങ്ങനെ അവിടെ ഒരു ഇത് മാതിരി കണ്ടിരുന്നു, ഡാൻസ് മാതിരി. പിന്നെ വാൾപ്പയറ്റ്, കളരിപ്പയറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സൂപ്പറായിരുന്നു. അവിടെ ഡാൻസ് കളിച്ചവർ കാസർഗോഡുള്ളവരായിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ പരിപാടികൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ നമ്മുടെ നാട്ടിലല്ലാതെ പുറത്തിരുന്ന് കാണുമ്പോഴും അതിൻ്റെ അവിടെയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും അതൊരു രസം വേറെ തന്നെ അല്ലേ. എത്ര മാറി നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുതുമ അത് നമുക്കൊരിക്കലും മറന്നു പോകത്തില്ലല്ലോ. പീലിക്ക് ഇതൊക്കെ വലിയൊരു എന്താ പറയുക, ഒരു അതിശയം മാതിരിയായിരുന്നു. അവൾ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ചെവി ഇങ്ങനെ ആടുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടിച്ചാത്തനാന്ന് തോന്നുന്നത് കേട്ടോ. എനിക്ക് അത്ര വലിയ ഇല്ല. അങ്ങനെ അതിൻ്റെ കൂടെ ഇരുന്ന് നിന്നിട്ട് അവളൊരു ഫോട്ടോ എടുക്കാൻ കുറേ പറഞ്ഞ് അങ്ങനെ എടുത്തത്. ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത് മേടിച്ചായിരുന്നു കേട്ടോ. അവിടെ നെറ്റിപ്പട്ട ഉണ്ടായിരുന്നു. അത് കുറച്ച് വലുപ്പമായതുകൊണ്ട് അത് മേടിച്ചില്ല. പിന്നെ ബുക്ക് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ കുറേ സ്റ്റാൾ ഉണ്ടായിരുന്നു ഫുഡിൻ്റെത്. അത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാടൻ കൂൾ ബാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ചത് കപ്പയും മീൻ കറിയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.